എവരിബഡി, എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് അലീന. ഞാനിവിടെ ഓസ്ട്രേലിയയിലും മെൽബണിലെ RMIT യൂണിവേഴ്സിറ്റിയിലും മാസ്റ്റേഴ്സ് ഇൻ ലബോറട്ടറി മെഡിസിൻ പഠിക്കുന്ന കുട്ടിയാട്ടോ. ഞാൻ നാട്ടിൽ എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് മഞ്ഞപ്രയ്ക്കും മലയാറ്റൂരിനും ഇടയിലുള്ളൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ നാടിൻ്റെ പേര് നടുവട്ടം. ഇവിടെ ഞാൻ പാർട്ട് ടൈമായിട്ട് ഏജ് കെയർ സെക്ടറിലും ഡിസബിലിറ്റി സെക്ടറിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എപ്പോഴും വീഡിയോസ് ഇടുന്ന ആളൊന്നുമല്ല. ഞാനിങ്ങനെ എൻ്റെ നേരം പോക്കിന് എൻ്റെ വർക്കും പഠിത്തത്തിൻ്റെയൊക്കെ ഇടയിൽ ഒന്ന് ബോറടിക്കുമ്പോൾ ഞാനൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോഴും എൻ്റെ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും, അതായത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും, അതായത് നമ്മുടെ ഈ യങ്സ്റ്റേഴ്സും നോർമൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതിലപ്പുറമായിട്ട് എൻ്റെ ഈ വീഡിയോസ് കാണുന്നതും എന്നെ വിളിച്ച് അന്വേഷണം അറിയിക്കുന്നതും ഒക്കെ നമ്മുടെ നാട്ടിലെ അപ്പച്ചനും അമ്മച്ചിമാരാട്ടോ ഏറ്റവും കൂടുതൽ. കാരണം ഇപ്പോൾ നാട്ടിലെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെ മക്കളും മിക്കവരുടെ മക്കളും പുറത്താണ്. അപ്പോൾ അവർക്ക് ആഗ്രഹം കാണില്ല പുറത്ത് എന്തൊക്കെയാണ് കാഴ്ചകൾ, എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് അറിയണം എന്നൊരു താല്പര്യം കാണുമല്ലോ. അപ്പോൾ അവരാണ് എൻ്റെ വീഡിയോ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ കരുതി നമ്മുടെ ഇവിടെ ഡേ ടു ഡേ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ എനിക്കിന്നിപ്പോൾ 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ നോർമലി ഇവിടുത്തെ ആൾക്കാരൊക്കെ പോകുന്ന ചില ഷോപ്സുകളുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാർഡ് യൂസ് ചെയ്യണേ. ഇതിനാണ് PTV കാർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് വിക്ടോറിയ സ്റ്റേറ്റിൽ ഏത് പബ്ലിക് ട്രാൻസ്പോർട്ട് പോയാലും നമ്മളിത് ഈ കാർഡ് ടാപ്പ് ചെയ്യണം. ഇത് ടാപ്പ് ചെയ്തില്ലെങ്കിൽ അതിൻ്റേതായ ഫൈനും നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ ഷോപ്പിങ്ങിന്. ഇൻട്രൊഡ്യൂസ് ചെയ്തോ. എൻ്റെ പേര് നീത്. ഞാനിവിടെ സെയിം കോഴ്സ് തന്നെ, സെയിം യൂണിവേഴ്സിറ്റി, പക്ഷേ ഈ ഇൻടേക്കിലാണ് വന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് ഈ കാണുന്ന കോൾസ് ആണ്. ഇപ്പോൾ ഏകദേശം സമയം 8:45 ആ ഒരു സമയമായി രാത്രി. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സൈഡ് അവർ ക്ലോസ് ചെയ്തേക്കുന്നത്. 10:30 വരെ ഉള്ളൂ. അതായത് ഈ ഒരു ഔട്ട്ലെറ്റിൽ 10:30 വരെ ഉള്ളൂ. അപ്പോൾ ഇതാണ് കോൾസ്. നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് പോലെ, പക്ഷെ അതിലും കുറച്ചുകൂടി വലിയ ഏരിയയും കുറേ സാധനങ്ങൾ, നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരിതാണ്. ഇതുപോലെ തന്നെ വേറെയുണ്ട് വൂൾസ്വർത്ത് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്, ആൽഡി എന്ന് പറയുന്ന ഷോപ്പുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ കോൾസിലാണ് കയറാൻ പോകുന്നത്. കയറി ചെല്ലുമ്പോൾ എന്ത് ഭംഗിയാലേ ഓരോ ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാനായിട്ട്. നമുക്ക് എപ്പോഴും അതിങ്ങനെ ചെന്ന് എടുക്കാൻ തോന്നും. അതുപോലെ നല്ല കളറാണ്, ഓറഞ്ചിനൊക്കെ എന്ന കളറാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾ ആയിക്കോട്ടെ, നമുക്ക് പല കളറിലുള്ള വെജിറ്റബിൾ, പല കളറിലുള്ള ക്യാബേജുകൾ, പല സൈസിലുള്ള ക്യാരറ്റ്സ് എല്ലാം നമുക്കിവിടെ കിട്ടുവേ. അതുപോലെ തന്നെ ക്യാപ്സിക്കം, ഏറ്റവും ഹൈലൈറ്റ് ക്യാപ്സിക്കം ഇരിക്കണമെങ്കിൽ തന്നെ എന്ത് ഭംഗിയാണ്, പല കളറിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നതാണ്. നാട്ടിലെ പോലെ പപ്പായയും പൈനാപ്പിളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. എല്ലാ സാധനവും നമുക്കിവിടെ കിട്ടുവേ. അതുപോലെ തന്നെ എനിക്കിത് കാണുമ്പോൾ എപ്പോഴും എനിക്ക് നാട്ടിലെ കോഴിക്കാലം ഓർമ്മ വരും. കോഴിയുടെ കാലം പോലെ ഇരിക്കുന്നത്, കാണാൻ നല്ല ലുക്കല്ലേ. എന്താ ഇതിനെ പറയണേന്ന് അറിയില്ല കേട്ടോ. അവിടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പേരാണ് എഴുതിയേക്കുന്നത്. അതിന് മുകളിലത്തെ ആണോ അവർ താഴെ എഴുതിയേക്കുന്നതെന്ന് അറിയത്തില്ല. ഇത് കഴിച്ചവരോ അതിൻ്റെ ടേസ്റ്റ് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ, ഇതിൻ്റെ പേര് ശരിക്കും എന്താണെന്നുള്ളത്. ഇതാട്ടോ മക്കാഡമിയ നട്ട്സ്. ഇത് ഓസ്ട്രേലിയയിലെ സ്പെഷ്യൽ സാധനമാണ്. ഇത് നിങ്ങൾ നാട്ടിൽ ഭയങ്കര വൈറലാണ്. നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും, ഒരു താക്കോല് വെച്ച് തുറന്ന് ഉള്ളിൽ നിന്ന് നട്ട്സ് എടുക്കുന്നത്. ആ സംഭവം കേട്ടോ ഇത്. അതിൻ്റെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ് അവിടെ തന്നേക്കുന്നത്. പേഴ്സണലി ഇതെനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. ജസ്റ്റ് നമുക്ക് റാൻഡംലി വല്ലപ്പോഴും തിന്നാമെന്നല്ലാണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആട്ടോ ഇത്. അതുപോലെ നമുക്ക് പലതരത്തിലുള്ള പാലുകൾ നമുക്കിവിടെ കിട്ടും. ലാക്ടോസ് ഫ്രീ, സ്കിംഡ് മിൽക്ക്, ഫുൾ ക്രീം മിൽക്ക്, എല്ലാ സംഭവവും നമുക്കിവിടെ കിട്ടും. എല്ലാത്തിനും ഡിഫറെൻറ്റ് സെക്ഷൻ ആട്ടോ. നമുക്ക് പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ എളുപ്പമാണ്. ചീസിൻ്റെ ഒരു സെക്ഷൻ, മീറ്റിൻ്റെ സെക്ഷൻസ്, അങ്ങനെ എല്ലാ തരം ഉണ്ടേ. നാട്ടിൽ പോകുമ്പോൾ മാത്രം തിരിഞ്ഞു നോക്കുന്ന ഒരു ഏരിയ ആട്ടോ ഇത്. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഒന്നും ഇങ്ങനെയൊന്നും മേടിക്കാറൊന്നുമില്ല. അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. പിന്നെ അതുപോലെ എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ട് അയൽസ് കൊടുത്തിട്ടുണ്ട്. ഏഷ്യൻ ഫുഡ്സിന് സെപ്പറേറ്റ് ഒരു അയൽ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ. ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. ഏതാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ അയലിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇവരുടെ ഓൺ പ്രോഡക്റ്റ്സ് ആട്ടോ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗവും. എപ്പോഴും എനിക്ക് കൗതുകം തോന്നിയിട്ടുള്ളൊരു സെക്ഷൻ ആട്ടോ ഇത്.
നമ്മുടെ വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അവർക്ക് കളിക്കാനും അവർക്ക് കഴിക്കാനും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ, വെറൈറ്റി ഓഫ് സാധനങ്ങൾ. പെട്ടെന്ന് കണ്ടാൽ തോന്നില്ല നമുക്കത് അവർക്ക് വേണ്ടിയുള്ള സെക്ഷനാണ്. അതുപോലെ ഫുഡ് ആയിക്കോട്ടെ, അവർക്ക് കിടക്കുന്ന ബെഡ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ സാധനവും നമുക്ക് അവിടെ കിട്ടുമേ. ഇവിടെയുള്ളവർ പെറ്റ്സിനെ വളർത്തുന്നവർ വളരെ കൂടുതലാണ് ഇവിടെ ഉള്ളവർക്ക്. സോ അവർക്ക് അതിനൊരു സെപ്പറേറ്റ് അയൽ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതങ്ങനെ ഞാൻ നാട്ടിലങ്ങനെ കണ്ടിട്ടില്ല. പൊതുവേ നാട്ടിൽ കണ്ടാവും, നമ്മൾ പിള്ളേർക്ക് കൊടുക്കുന്ന ടോയ്സ് പോലെയല്ലേ നോക്കി. അതുപോലെ ഇഷ്ടംപോലെ ഫ്രോസൺ ഫുഡ്സ് എല്ലാം നമുക്കിവിടെ കിട്ടുവേ. കൂട്ടത്തിൽ നമുക്ക് എല്ലാ മെഡിസിൻസും നമുക്കിവിടെ കിട്ടുവേ. നമുക്കിന്ന് അധികം സാധനങ്ങളൊന്നും എടുക്കാനില്ല കേട്ടോ. നമ്മളിവിടെ സിമ്മ് വരെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നമുക്ക് സിമ്മൊക്കെ നമ്മളിവിടെ നിന്ന് എടുക്കാറുണ്ട്. അതുപോലെ എന്ത് സാധനം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇന്ന് അധികം സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം ബില്ലടിച്ച് വീട്ടിൽ പോവാണ്. ഞാൻ കേമാട്ടും കൂടിയും കാണിക്കണമെന്ന് കരുതിയതാ, പക്ഷേ സമയമില്ല. അല്ലെങ്കിൽ ഞാൻ അതും കൂടിയും കാണിച്ചേനെ, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോവും. അപ്പോൾ വേറൊരു ദിവസം അവിടെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ഞാൻ അവിടുത്തെ കാഴ്ചകളും കൂടി കാണിച്ചു തരാം കേട്ടോ. നമ്മളിതുപോലെ ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ടാണ് പൈസ അടയ്ക്കുന്നത്. നമുക്കവിടെ സെയിൽസ് അവരുണ്ട് അവിടെ, നമുക്ക് അവിടെയും പോയി പേ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് ഫ്ലൈ ബൈസ് കാർഡ് എന്ന് പറഞ്ഞാൽ കാർഡ് ഉപയോഗിച്ച് നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. ലേറ്റർ ഓൺ നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കേമാർട്ട്, ആൽദി, റിജക്ട് ഷോപ്പൊക്കെ. ഒരു ദിവസം അവിടെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ. ഈ പറഞ്ഞ ഷോപ്പുകളൊക്കെ വിത്തിൻ 2 കിലോമീറ്റേഴ്സ് 3 കിലോമീറ്റേഴ്സിനൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ആക്സസിബിൾ ആണ്.